ഹായ് ഡിയേഴ്സ്, സ്മാർട്ട് ഗൈഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. ടെക്സ്റ്റ് ബുക്ക് മാറിയതിൻ്റെ ടെൻഷനൊക്കെ മക്കൾക്ക് ഉണ്ടായിരിക്കും അല്ലേ? എന്നാൽ ആരും ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ സോഷ്യൽ പഠിച്ചെടുക്കാം. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് ലെസനായിട്ടുള്ള ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ, ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും. ഈ ലെസണിൽ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ ആദ്യമായിട്ട് വരുന്നത് ഒറിജിൻ ആൻഡ് ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻസിനെ കുറിച്ചാണ്, മനുഷ്യൻ്റെ ഉത്ഭവവും പരിണാമവും. അടുത്തതായിട്ട് വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, മനുഷ്യവികാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ, വെങ്കലയുഗ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ, ഹാരപ്പൻ സിവിലൈസേഷൻ. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഈ ലെസണിലൂടെ പഠിക്കുന്നത്. നമ്മുടെ ലെസണിൽ ആദ്യമായിട്ട് വരുന്നൊരു ഭാഗം ജവഹർലാൽ നെഹ്റു എഴുതിയിട്ടുള്ള ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ, ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന ഭാഗത്തിൽ നിന്നാണ്. പ്രോബബ്ലി ദ ഫസ്റ്റ് മെൻ വേർ ഹാർഡ്ലി മെൻ ലൈക്ക് വി നോ ദം ടുഡേ. ആദിമ മനുഷ്യർ ഒരിക്കലും നാം ഇന്ന് കാണുന്നത് പോലെ ആയിരുന്നിരിക്കില്ല. They must have been half apes, half men, living rather like monkeys. പകുതി കുരങ്ങനും പകുതി മനുഷ്യനുമായിരുന്ന അവർ ഏതാണ്ട് കുരങ്ങിനെ പോലെ തന്നെ ജീവിച്ചിരിക്കണം. ഡു യു റിമെമ്പർ ഗോയിങ് വിത്ത് us to see a professor in ഹൈഡൽബർഗ് ഇൻ ജർമ്മനി? ജർമ്മനിയിലെ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിലെ ഒരു പ്രൊഫസറെ കാണാൻ നമ്മൾ പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? He showed us a little museum full of fossils and especially an old skull which he kept carefully locked up in a safe. ഒരു കാഴ്ച ബംഗ്ലാവ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അതിൽ വിശേഷിച്ച് ഒരു തലയോട് അദ്ദേഹം ഒരു ഇരുമ്പ് പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നുവല്ലോ. The skull was supposed to belong to one of these earliest men. അത് ഒരു ആദിമ മനുഷ്യൻ്റെ തലയോടാണത്രേ. We now call him the Heidelberg man simply because the skull was found buried near Heidelberg. ആ തലയോട് ഹൈഡൽബർഗ് എന്ന പട്ടണത്തിന് സമീപം ഒരു ദിക്കിൽ കുഴിച്ചപ്പോൾ കണ്ടു കിട്ടിയത് കൊണ്ടാണ് ആ പേര് വന്നത്. What you have read is a passage from Jawaharlal Nehru's book ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ, ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകത്തിലെ ഒരു ഭാഗമാണ് നിങ്ങൾ വായിച്ചത്. വാട്ട് ഈസ് ദ ഹിസ്റ്റോറിക്കൽ റിമെയിൻ ദാറ്റ് ജവഹർലാൽ നെഹ്റു മെൻഷൻ ഹിയർ? ഇതിൽ ജവഹർലാൽ നെഹ്റു മെൻഷൻ ചെയ്യുന്ന ഹിസ്റ്റോറിക്കൽ റിമെയിൻ ഏതാണ്? നമ്മൾ വായിച്ചു അല്ലേ? ദ സ്കൾ ഓഫ് ഹൈഡൽബർഗ് മാൻ. അക്കോർഡിംഗ് ടു ഹിം, where was it obtained from? ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. ഹൈഡൽബർഗ് ഇൻ ജർമ്മനി. ദിസ് ഹിസ്റ്റോറിക്കൽ റിമെയിൻ ഓഫ് ദ പ്രിമിറ്റീവ് ഹ്യൂമൻസ് ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി ലാക്സ് ഓഫ് ഇയേഴ്സ് ഓൾഡ്. ഈ ആദിമ മനുഷ്യൻ്റെ ഈ ചരിത്രശേഷിപ്പിലെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. Can you think of people who lived all these years ago or about that period? ഇത്രയേറെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരെക്കുറിച്ചോ ഈ കാലഘട്ടത്തെക്കുറിച്ചോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? Shall we take a look at the history of people at that time? നമുക്ക് അക്കാലത്തെ മനുഷ്യരുടെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കിയാലോ? Let's trace our ancestors. നമ്മുടെ പൂർവികരെ നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. ലുക്ക് അറ്റ് ദ ഫാമിലി ട്രീ ദാറ്റ് സിനു പ്രിപ്പയർഡ് ഇൻക്ലൂഡിങ് മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലീസ് പ്രീവിയസ് ജനറേഷൻ. അവിടെ ഒരു ഫാമിലി ട്രീ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിനുവിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളുടെ ഒരു ഫാമിലി ട്രീ ആണ് നമുക്കവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻ ദിസ് വേ ഡീറ്റെയിൽസ് ഓഫ് ഹൗ മെനി ജനറേഷൻസ് ഓഫ് യുവർ ഫാമിലി ക്യാൻ യു ഫൈൻഡ്? ഇതുപോലെ നമ്മുടെ കുടുംബത്തിലെ എത്ര തലമുറകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇഫ് വി ക്യാൻ ഗോ ബാക്ക് തൗസൻഡ്സ് ഓഫ് ജനറേഷൻസ് ലൈക്ക് ദിസ് വി ക്യാൻ റീച്ച് ദ ഏർലി ഹ്യൂമൻസ്.
ഇങ്ങനെ നമ്മൾ അനേകായിരം തലമുറകൾ ബാക്കിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ആദിമ മനുഷ്യരിലേക്ക് എത്താനായിട്ട് സാധിക്കും. നമ്മൾ ആ ഫാമിലി ട്രീ ഒന്ന് നമുക്ക് നോക്കാം. ആദ്യം കൊടുത്തിരിക്കുന്നത് സിനുവിൻ്റെ ചിത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനുശേഷം സിനുവിൻ്റെ അച്ഛനെയും അമ്മയെയും നമ്മളതിൽ കാണുന്നുണ്ട്. അതിനുശേഷം സിനുവിൻ്റെ അച്ഛനെയും അമ്മയെയും നമ്മളതിൽ കാണുന്നുണ്ട്. അമ്മയുടെ അച്ഛനെയും അമ്മയുടെ അമ്മയെയും നമ്മളിതിൽ കാണുന്നുണ്ട്. ഇതേപോലെ നമ്മളും നമ്മളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെക്കുറിച്ചും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഫാമിലി ട്രീ നമ്മൾ തയ്യാറാക്കുക. താഴെ നമ്മൾ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട് BCE ആൻഡ് CE. എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ കേട്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണെന്നൊന്ന് വായിച്ചു നോക്കാം. ക്രോണോളജിക്കലി ഹിസ്റ്ററി ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 periods: ബിഫോർ കോമൺ ഇറ, BCE ആൻഡ് കോമൺ ഇറ. നമ്മുടെ ചരിത്രത്തെ 2 കാലഘട്ടങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നു. ബേസ്ഡ് ഓൺ ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഏർലിയർ ഇറ്റ് വാസ് ഡിവൈഡഡ് ഇൻറ്റു BC ആൻഡ് AD. അതായത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കിയിട്ട് BC എന്നും AD എന്നും 2ആയിട്ട് വിഭജിച്ചിരിക്കുന്നു. ദ പീരീഡ് ബിഫോർ ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ് വാസ് നോൺ ആസ് BC, ബിഫോർ ക്രൈസ്റ്റ്, ആൻഡ് ദ പീരീഡ് ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ് വാസ് നോൺ ആസ് AD, എന്നോ ഡൊമിനി. ദീസ് ഡേയ്സ് ഇറ്റ് ഈസ് നോൺ ആസ് BCE ആൻഡ് CE റെസ്പെക്റ്റീവ്ലി എന്നാണ് ഇതിൽ പറയുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള പോലെ തന്നെ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം BC എന്നും, അതായത് ബിഫോർ ക്രൈസ്റ്റ് എന്നും, ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷമുള്ള കാലം AD എന്നും അറിയപ്പെടുന്നു. ഇത് പിന്നീട് BCE എന്നും CE എന്നുമാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് പേജിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ പറയുന്നത് എ സെഞ്ച്വറി ഡിനോട്ട്സ് 100 years. ഒരു നൂറ്റാണ്ട് എന്ന് പറയുന്നത് 100 വർഷമാണ് ഒരു സെഞ്ച്വറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ മില്യൺ ഇയേഴ്സ് ഡിനോട്ട്സ് 10 lakh years. എ മില്യൺ ഇയേഴ്സ് എന്നോട് ഉദ്ദേശിക്കുന്നത് 10 lakh years ആണ്. അതായത് 1 ദശലക്ഷം വർഷം എന്നുകൊണ്ട് പറയുന്നത് 10 ലക്ഷം വർഷമാണ്. നെക്സ്റ്റ് ടോപ്പിക്ക് ഒറിജിൻ ആൻഡ് ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻസ്. മനുഷ്യരുടെ ഉത്ഭവവും പരിണാമവും. ഹ്യൂമൻ ഫോസിൽസ് ആർ ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ദാറ്റ് ഹെൽപ്പ് us to learn about the history of early humans. ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകളാണ് മനുഷ്യന്മാരുടെ ഫോസിലുകൾ. ഇറ്റ് ഈസ് ബൈ സയൻറ്റിഫിക്കലി കാൽക്കുലേറ്റിംഗ് ദ ഏജ് ഓഫ് സച്ച് ഫോസിൽസ് that the history of the origin and evolution of human is written. ഇത്തരം ഫോസിലുകളുടെ നമ്മുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായ രീതിയിൽ നിർണയിച്ചിട്ടാണ് മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ചും അവരുടെ പരിണാമത്തെക്കുറിച്ചുമുള്ള ചരിത്രമൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ടെക്സ്റ്റിൻ്റെ സൈഡിലായിട്ട് ഫോസിലുകളെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഫോസിൽസ് ആർ ദ റിമെയിൻസ് ഓഫ് ആൻഷ്യൻറ്റ് പ്ലാന്റ്സ്, എനിമൽസ് ആൻഡ് ഹ്യൂമൻസ്. These are generally embedded in rocks and have been preserved for millions of years. എന്താണ് ഫോസിലുകൾ? പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളെയാണ് ഫോസിലുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനേകായിരം വർഷങ്ങൾ പഴക്കമുള്ള ഇവ പാറകളിലും മറ്റും പതിഞ്ഞിരിക്കുന്നതായിട്ട് നമ്മൾ കാണപ്പെടാനായിട്ട് സാധിക്കും. ഹ്യൂമൻ ഇവല്യൂഷൻ. It was Charles Darwin who proposed a scientific view on the origin of human beings. He suggested that humans have originated through organic changes that took place over a long period of time. He called this process evolution. He presented the theory of human evolution in his book on the origin of species, published in 1859. എന്താണ് ഹ്യൂമൻ ഇവല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനുഷ്യൻ്റെ പരിണാമം. മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ചാൾസ് ഡാർവിനാണ്. അദ്ദേഹം പറയുന്നത് ദീർഘകാലം ലോങ് ഇയേഴ്സ് സംഭവിച്ചിട്ടുള്ള
ജൈവിക മാറ്റങ്ങളിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവം ഉണ്ടായതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഈ മാറ്റത്തെയാണ്, ഇത്രയും പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇവല്യൂഷൻ. അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള നമ്മൾ വായിച്ചു ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷ്യസ് 1859 അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ്. അദ്ദേഹം പറയുന്നത് ഇന്നത്തെ മനുഷ്യൻ്റെ രൂപം ആകാനായിട്ട് ധാരാളം വർഷങ്ങൾ എടുത്തിട്ടുണ്ട്. പണ്ട് നമ്മൾ പറയാറുണ്ട് കുരങ്ങനും മനുഷ്യനായിട്ടൊരു ബന്ധമുണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആദിമ മനുഷ്യൻ്റെ രൂപം നമ്മുടെ ഇന്ന് കാണുന്ന മനുഷ്യരുടെ പോലെ ആയിരുന്നില്ല. ഇന്നത്തെ നമ്മുടെ മനുഷ്യന്മാരുടെ രൂപം ആവാനായിട്ട് അനേകായിരം വർഷങ്ങൾ എടുത്തു എന്നാണ് ചാൾസ് ഡാർവിൻ ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നെക്സ്റ്റ് ഒരു കോളത്തിൽ നമുക്ക് ചാൾസ് ഡാർവിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ചാൾസ് ഡാർവിൻ വാസ് ബോൺ ഇൻ ഇംഗ്ലണ്ട് ഓൺ February 12, 1809. He is a naturalist who helped in understanding the process that led to the origin of life on Earth and the diversity of living organisms. Charles Darwin explained through his theory of evolution that all living species evolved over a period of time and took millions of years to reach its present form. ചാൾസ് ഡാർവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ്. 1809 February 12 ഇംഗ്ലണ്ടിലാണ് ചാൾസ് ഡാർവിൻ ജനിച്ചത്. അദ്ദേഹം ഒരു പ്രകൃതി ശാസ്ത്രജ്ഞനാണ്, ഒരു നാച്ചുറലിസ്റ്റാണ്. അദ്ദേഹം ഭൂമിയിലെ ജീവൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അതുപോലെ ജീവജാലങ്ങളുടെ വൈവിധ്യത്തിലേക്ക് നയിച്ച പ്രോസസ്സ് മനസ്സിലാക്കാൻ സഹായിച്ച ഒരു ശാസ്ത്രജ്ഞനാണ് ചാൾസ് ഡാർവിൻ. അദ്ദേഹത്തിൻ്റെ ഒരു തിയറിയാണ് ദ തിയറി ഓഫ് ഇവല്യൂഷൻ. ഇതിലൂടെ അദ്ദേഹം എല്ലാ ജീവജാലങ്ങളും മാറ്റങ്ങളിലൂടെ രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവിവർഗവും ഇന്നത്തെ രൂപത്തിലെത്താൻ അനേകായിരം ലക്ഷം വർഷങ്ങളെടുത്തുവെന്നും വിശദീകരിക്കുന്നു. നെക്സ്റ്റ് ഒരു ഭാഗമാണ് ആൻസിസ്റ്റേഴ്സ് ഓഫ് ഹ്യൂമൻസ്, മനുഷ്യരുടെ പൂർവികര്. ഏർലി ഹ്യൂമൻസ് ഇവോൾവ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ. ഹ്യൂമൻ ഇവല്യൂഷൻ ബിഗാൻ ഫ്രം പ്രൈമേറ്റ്സ്, എ കാറ്റഗറി ഓഫ് മാമ്മൽസ്. ഒബ്സർവ് ദ ഫ്ലോ ചാർട്ട് ദാറ്റ് ഇൻക്ലൂഡ്സ് ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഇവല്യൂഷൻ. ആദിമ മനുഷ്യർ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. മാമ്മൽസ് വിഭാഗത്തിൽപ്പെട്ട പ്രൈമേറ്റുകളിൽ നിന്നാണ് ഹ്യൂമൻ ഇവല്യൂഷൻ, അതായത് മനുഷ്യൻ്റെ പരിണാമം ആരംഭിക്കുന്നത്. വേരിയസ് സ്റ്റേജസ് ഓഫ് ഇവല്യൂഷൻ്റെ ഒരു ഫ്ലോ ചാർട്ട് നമ്മുടെ ബുക്കിൽ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. മനുഷ്യൻ്റെ പരിണാമത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജാണ് പ്രൈമേറ്റ്സ്, എ കാറ്റഗറി ഓഫ് മാമ്മൽസ്. എന്താണ് മാമ്മൽസ്? അതായത് പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവരെയാണ് മാമ്മൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ, ധാരാളം ജീവികൾ, ഇവരൊക്കെ എക്സാമ്പിളായിട്ട് നമുക്ക് മാമ്മൽസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തൊരു വിഭാഗമാണ് ഹോമിനോയിഡ്സ്, വോക്ക്ഡ് ഓൺ 4 legs. ഈ പ്രൈമേറ്റുകളിൽ തന്നെ 4 കാലിന്മേൽ നടക്കുന്നവരെയാണ് നമ്മൾ ഹോമിനോയിഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഹോമിനിഡ്സ്, വോക്ക്ഡ് ഓൺ 2 legs. 2 കാലിന്മേൽ നടക്കുന്നവരെയാണ് നമ്മൾ ഹോമിനിഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഹോമിനിഡ്സിന് തന്നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ആസ്ട്രലോപിത്തക്കസ് ആൻഡ് ഹോമോ. ഹോമോ വിഭാഗം തന്നെ 3 സബ് ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നുണ്ട്. ആദ്യത്തെയാണ് ഹോമോ ഹാബിലസ്, ദ ടൂൾ മേക്കേഴ്സ്, ഉപകരണങ്ങൾ നിർമ്മിക്കുന്നവരെയാണ് ഹോമോ ഹാബിലസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ടൂൾ മേക്കേഴ്സ്. നെക്സ്റ്റ് ആണ് ഹോമോ ഇറക്റ്റസ്, ദ അപ്രൈറ്റ് ഹ്യൂമൻസ്, നിവർന്നു നിൽക്കുന്ന മനുഷ്യന്മാരെയാണ്, അല്ലെങ്കിൽ നേരെ നടക്കുന്ന മനുഷ്യന്മാരെയാണ് ഹോമോ ഇറക്റ്റസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഹോമോ സാപ്പിയൻസ്, ദ വൈസ് ഓർ തിങ്കിങ് മാൻ, ചിന്തിക്കാനും അതുപോലെ തന്നെ നല്ല ബുദ്ധിയുള്ള മനുഷ്യന്മാരെ പറയുന്നതാണ് ഹോമോ സാപ്പിയൻസ്. ഇന്ന് കാണുന്ന നമ്മളെ പോലുള്ള മനുഷ്യന്മാരെല്ലാം ഹോമോ സാപ്പിയൻസ് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. യു ഹാവ് സീൻ ഫ്രം ദ ഫ്ലോ ചാർട്ട് ദാറ്റ് ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്റ്റസ് ആൻഡ് ഹോമോ സാപ്പിയൻസ് were the subgroup of Homo. The human species to which we belong in Homo sapiens. നമ്മൾ പറഞ്ഞു ഇന്നത്തെ മനുഷ്യന്മാരെല്ലാം ഹോമോ സാപ്പിയൻസ് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഇത്രയും ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്.
അടുത്ത ഭാഗം സെക്കൻഡ് പാർട്ടായിട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എടുത്ത ഭാഗങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.